ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാത്രികാലം പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങളുമായി കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ ബെൻസൺ ഡാനിയലാണ്. വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ആത്മീയമായ സ്നേഹവും ബന്ധവുമുള്ള നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവഭൃത്യനാണ്. ഞാൻ നോർത്ത് കേരളയിൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ ദാസൻ വേല ചെയ്യുന്ന പോലെ നോർത്ത് കേരളയിൽ വളരെ ഹാർഡ് പ്ലേസ് ആയിരിക്കുന്ന ദേശത്ത് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നൽകുന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ചിന്തിപ്പാനുള്ളത്, ലഭിച്ചിരിക്കുന്ന വിഷയം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്നുള്ളതാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, ദ പവർ ദാറ്റ് പെർവേഡസ് ഇൻ അസ്. സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇന്ന് രാത്രി ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കർത്താവിന് വചനം സംസാരിപ്പാൻ ദൈവം ഒരുക്കി തരുന്ന വിലപ്പെട്ട അവസരത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചന കേൾവി ആത്മീക, ശാരീരിക, മാനസിക അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്ന ഒരു രാത്രിയായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഞങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. കർത്താവെ, നെറ്റിനെയും ലൈവിലെല്ലാം ദൈവവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അവിടെ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അത് വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എഫെസോസ് സഭയിലെ ദൈവമക്കൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവർ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. വീണ്ടെടുപ്പ് നാളിന് വേണ്ടി അവരെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടവരാണ്. അങ്ങനെയുള്ള ദൈവജനത്തിന് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഇവര് ദൈവശക്തിയുടെ ആഴം എന്താണെന്ന് അവർ ഗ്രഹിപ്പാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ആ വ്യക്തി കർത്താവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ചർച്ചിൽ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നു. നല്ല കാര്യം. എന്നാൽ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിൽ കൂടെ, ദൈവകുഞ്ഞുങ്ങളിലും കൂടെയും ഒക്കെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. അവിടെ ദൈവത്തിന് മുഖപക്ഷമില്ല. അത് പാസ്റ്ററെന്നോ വിശ്വാസിയെന്നോ അവിടെ ദൈവത്തിന് മുഖപക്ഷമില്ല. സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ സുവിശേഷം പറഞ്ഞാൽ, ഞാൻ പറയുന്ന വചനത്തിലൂടെ ഞാനൊരു ദൈവാത്മ നിയോഗത്തോടൊരു വ്യക്തിയുടെ മേൽ കൈവയ്ക്കുമ്പോൾ കർത്താവ് ആ വ്യക്തിയിൽ സൗഖ്യം നൽകും. പരിശുദ്ധാത്മാ വ്യക്തിയിൽ പ്രവർത്തിക്കും. വലിയ ചേഞ്ചസ് അവിടെ ഉണ്ടാകും. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവാത്മാവിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനം
4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ദൈവം തന്ന ഈ ശക്തി നമ്മുടെ സ്വന്തമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാണ്. പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമേയില്ല, പുകഴാൻ ഒന്നുമേയില്ല, കൃപയൊന്നു മാത്രം. ആമേൻ. ദാതാവിന് നമ്മളോട് കരുണ തോന്നി ദാനങ്ങൾ നമുക്ക് നൽകുന്നു. അത് ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവിനെയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ എങ്കിലും അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണുള്ളത്. അപ്പോൾ ഈ അത്യന്ത ശക്തി ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മൺപാത്രം ഉടഞ്ഞു പോകുന്നതാണ്. സ്റ്റീൽ പാത്രമല്ല, അത് അലൂമിനിയം അല്ല, മൺപാത്രമാണ്. മണ്ണിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എത്രമാത്രം നമ്മൾ സൂക്ഷിപ്പാൻ കടപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ആ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയും. സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരാണ്. ഒരു കാര്യത്തിലൊന്നും അല്ല, സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരാണ്. പക്ഷെ ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരാണ്, നിരാശപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഉപദ്രവം അനുഭവിക്കുന്നവരാണ്, ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരാണ്, നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പം ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് മുഖാന്തരം ഈ മിനിസ്ട്രിയോടനുബന്ധിച്ച് നമുക്ക് നേരിടുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാൻ, ഓവർകം ചെയ്യുവാൻ, അതിജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുന്നു. അപ്പോൾ അവിടെ പരിഭവം പറയാൻ നമുക്കൊന്നുമില്ല. കർത്താവാണ് നമ്മളെ മുമ്പോട്ട് നടത്തുന്നത്. മാത്രമല്ല, ലൂക്കോസ് സുവിശേഷം ഫിലിപ്പിയർ 4:13 വായിക്കുന്നു, എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മുഖാന്തരം ശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ ശക്തീകരിക്കുന്നു. ആ കർത്താവ് മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശന്നിരിക്കാനറിയാം, ഹല്ലേലൂയ, സമൃദ്ധിയിരിക്കാനറിയാം. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും ഏത് സാഹചര്യത്തിൽ വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി, അത്യന്ത ശക്തി കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകുന്നു. മാത്രമല്ല, കർത്താവ് സ്വർഗാരോഹണമൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തൻ്റെ കഷ്ടാനുഭവങ്ങൾക്കൊക്കെ മുമ്പ്, കർത്താവ് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 48-49 വാക്യങ്ങൾ വായിക്കുന്നു, ഈ കഴിഞ്ഞ 3.5 വർഷം എൻ്റെ കൂടെ യാത്ര ചെയ്ത നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾ ദർശിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന് നിങ്ങൾ സാക്ഷികളാണ്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. ആമേൻ, സ്തോത്രം. അവരെ ശിഷ്യത്വത്തിൻ്റെ പാതയിലൂടെ നടത്തണം. അവരോടും നിങ്ങളോടും ലോകാവസാനത്തോടും എല്ലാ നാളും ഞാൻ കൂടെയിരിക്കും. ഇത് കർത്താവ് അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക. പക്ഷേ ഈ ശുശ്രൂഷ ചെയ്യുവാൻ അവർക്ക് ശക്തി വേണം. ആമേൻ, ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് അവരോട് കാത്തിരിക്കാനായിട്ട് പറഞ്ഞത്. പ്രവൃത്തി 1:4 വായിക്കുന്നു, പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിൽ വാങ്ങിപ്പോകരുത്, കാത്തിരിക്കണം. 1:8 കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ശക്തി വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മേൽ ശക്തി വരും.
അപ്പൊ നിങ്ങൾ ശക്തരാകും, എന്നിട്ടോ സാക്ഷികളാകും. ഹല്ലേലൂയ. ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് രക്തസാക്ഷികളാകും എന്നുള്ള അർത്ഥത്തിലാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഒരു പക്ഷേ ഒരു രക്തസാക്ഷിയായി തീരുന്ന സാഹചര്യം മുമ്പിൽ വന്നാലും ഈ അത്യന്ത ശക്തി അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, അവിടെ പതറിപ്പോകാൻ നിൽപ്പാൻ ദൈവം കൃപ കൊടുക്കുന്നു. ഉദാഹരണം, സ്തേഫാനോസിന്റെ മേൽ കല്ലേറ് വന്നപ്പോൾ ആമേൻ, ഈ അത്യന്ത ശക്തി അവന്റെ മേൽ വ്യാപരിച്ചത് കൊണ്ട് അവൻ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞു, അതേ ഇവരുടെ പാപങ്ങളുടെ മേൽ നിർത്തരുതേ, ദൈവമേ ക്ഷമിക്കണമേ, അവരുടെ അവിവേകം അവരോട് പൊറുക്കണമേ. ഇത് തന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയതാണ്. ഗുരു എന്താ പ്രാർത്ഥിച്ച്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കണമേ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല തൻ്റെ വാക്കുകളോടും ജ്ഞാനത്തോടും ശക്തിയോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അത്രമാത്രം വലിയ ശക്തിയാണ് ഒരു അടുക്കളയിൽ ശുശ്രൂഷ ചെയ്യുവാൻ. ആമേൻ സ്തോത്രം. വേർതിരിക്കപ്പെട്ട അപ്പോസ്തലന്മാർ കൈവച്ച് നാക്കിയ സ്തേഫാനോസിന്റെ മേൽ വ്യാപരിച്ചത്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ദൗത്യം അതേ അവിടെ ചെയ്യുമ്പോൾ തന്നെ കിട്ടിയ സമയം പുറത്തുപോയി സാക്ഷ്യം പറയുവാൻ, സുവിശേഷം പറയുവാൻ സ്തേഫാനോസ്, ഫിലിപ്പോസ് ഇവരൊക്കെ തയ്യാറായി. സ്തോത്രം. അവരിലൂടെ അസാധാരണമായി ദൈവശക്തി വ്യാപരിച്ചു. മാത്രമല്ല സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ താൻ സ്വർഗത്തിലേക്ക് നോക്കി, സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ദൂതഗണങ്ങൾ ഹല്ലേലൂയ തന്റെ ആത്മാവിനെ സ്വീകരിപ്പാനായിട്ട് അവിടെ റെഡിയായിട്ട് നിൽക്കുന്നു. സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്റെ ഭക്തന്റെ മരണം അവിടെ അരങ്ങേറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് സ്തോത്രം, ഈ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ അപ്പോസ്തലന്മാർ പറഞ്ഞു. അവര് സ്തോത്രം ഒരു മല വിട്ട് ഹല്ലേലൂയ അപ്പോസ്തലന്മാരെ മർക്കോസിന്റെ മറുപേരുള്ള ആ സ്തോത്രം അതേ മറിയയുടെ അവരെ ഭവനത്തിൽ വന്ന് അവരെ പ്രാർത്ഥിപ്പാനായിട്ട് തയ്യാറായി. അവർ അപ്പോസ്തലന്മാർ തുടങ്ങി, യേശുവിൻ്റെ അമ്മ മറിയ, പല സഹോദരിമാര്, ആളുകൾ കൂടി വന്നു. അങ്ങനെ 120 പേരുടെ സംഘം ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, നിന്റെ വാഗ്ദത്തമുണ്ട്, ആ വാഗ്ദത്തം ഞങ്ങൾ കാത്തിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം ഞങ്ങളുടെ മേൽ പകരണമേ, ചൊരിയണമേ എന്നവരെ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. പുസ്തകപ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, ഞാൻ സ്തോത്രം പോയി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം പിതാവിനോട് ചോദിച്ച്, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഹല്ലേലൂയ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, പകർന്നു തന്നു. 2:32 ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. അവൻ ദൈവത്തെ വലത്തുഭാഗത്തെ ആരോപണം ചെയ്തു, പരിശുദ്ധാത്മാവ് വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. സ്തോത്രം. 2-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രാരംഭത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന ആ ഉളർ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഹല്ലേലൂയ. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ദാഹത്തോടിരുന്ന, അനുസരണത്തോടിരുന്ന തൻ്റെ മക്കളുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു. ഈ അത്യന്ത ശക്തി അവരുടെ മേൽ പകർന്നു. തുടർന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ പഠിക്കുമ്പോൾ
ഇവരാള് മാറുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലന്മാരൊക്കെ അവരാള് മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നു. അപ്പോസ്തലന്മാരിൽ വ്യാപരിച്ച ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനമാണ്. ഹല്ലേലൂയ, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, അയ്യോ സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഈ സന്തോഷം, ഈ ദൈവകൃപ ഞങ്ങൾക്കും വേണം. ഞങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ. നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടണം. എന്നാൽ ഈ ദാനം നിങ്ങൾക്ക് കിട്ടും. യഹൂദന്മാരായ നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏവർക്കും കിട്ടും. ദൈവമക്കളെ, നമ്മളെ യഹൂദന്മാരല്ല, ജാതീയ പശ്ചാത്തലത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ഒരു കാലത്ത് കർത്താവിലേക്ക് വന്നത്. നമുക്കും ആ വാഗ്ദത്തം പ്രാപിപ്പാൻ കാലാകാലങ്ങളിലായി ദൈവം ഭാഗ്യം തന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ വ്യാപരിച്ച ദൈവശക്തിയുടെ വ്യാപാരമാണ്, പ്രതിഫലമാണ്, ഫലമാണ്. 3000 പേർ സ്റ്റെപ്പ് വെച്ചു. സ്നാനപ്പെട്ട കർത്താവിനെ സ്വീകരിച്ച് ആദിമ ക്രൈസ്തവ സഭയ്ക്ക് ആരംഭം കുറിച്ചു. അത് പിന്നെ 5000 ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 6-7 വരുമ്പോൾ വചനം അങ്ങ് പരക്കുകയാണ്, സ്പ്രെഡാകുകയാണ്. ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം വിശ്വാസത്തിലായി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കാര്യങ്ങൾ വളരെ, ഹല്ലേലൂയ, സ്തോത്രം, നിയന്ത്രിപ്പാൻ കഴിയാത്ത നിലയിലേക്ക് പോവുകയാണ്. സ്തോത്രം. പുരോഹിതന്മാരും മറ്റുള്ളവരൊക്കെ പറയുകയാണ്, പരീശന്മാരൊക്കെ പറയുകയാണ്, ഇവര് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഇവരെ തർജ്ജനം ചെയ്യണം. ഇവര് യെരൂശലേം മുഴുവൻ ഇവരുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തലന്മാർ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ അതേ ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണല്ലോ നമുക്കറിയാം, സ്തോത്രം, അതേ ഒരു മുടന്തനായ മനുഷ്യൻ ദൈവശക്തി അവനിലേക്ക് ആവരിച്ചപ്പോൾ അവൻ്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ കാലും നെരിയാണി ഉറച്ച് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ, സ്തോത്രം, ആലയത്തിലേക്ക് പോയി തുള്ളിച്ചാടുകയാണ്, സന്തോഷിക്കുകയാണ്. എൻ്റെ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ കഴിഞ്ഞ 2000 വർഷത്തിൽ പരമായി ഹല്ലേലൂയ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപാരം ഇതേത് രാജ്യത്ത് ചെന്നിട്ടുണ്ടോ അവരിൽ ആ രാജ്യത്തുള്ള ചെന്നിട്ടുള്ള ദൈവമക്കളിലൂടെ ദൈവത്തിൻ്റെ വചനം വിതച്ചത് മുഖാന്തരം ഇരുളിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് ഏതാണ് വഴി, ഏതാണ് മാർഗം എന്നറിയാതെ ആരെയും തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്ന അനേകര് ഇന്ന് ഈ സത്യമാർഗത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഭാരതത്തിലെ ഋഷിമാരും മുനിമാരും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ പ്രാർത്ഥിച്ചു, അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യുമാ അമൃതംഗമയ. ഈശ്വര, അസത്യമേ ഇവിടെ ഉള്ളൂ, സത്യം അങ്ങാണ്. തമസാണ്, ഇരുട്ടാണ്, അങ്ങ് വെളിച്ചത്തിലേക്ക് നയിക്കൂ. മരണം എപ്പോഴും മുമ്പിലുണ്ട്. മരണമില്ലാത്ത ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കൂ. അവർ പ്രാർത്ഥിച്ചു, പക്ഷെ അവർ മരിച്ചു. എന്നാൽ കാലത്ത് കവിങ്കിൽ സ്ത്രീയുടെ സന്തതിയായി ഹല്ലേലൂയ യേശു കർത്താവ് ലോകത്തിന്റെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചറിയിച്ചു, ഹല്ലേലൂയ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്രയോ ലക്ഷങ്ങൾ ലോകത്തിനെമ്പാടും ഹല്ലേലൂയ ഈ സന്ദേശത്തിന്റെ കേട്ട് അവർ ദൈവത്തിന്റെ മക്കളായി തീർന്നു, ലക്ഷ്യമുള്ളവരായി തീർന്നു, സന്തോഷമുള്ളവരായി തീർന്നു. കുടുംബത്തിൽ സന്തോഷം, കുടുംബജീവിതത്തിൽ സന്തോഷം. ദൈവമക്കളുടെ കുടുംബങ്ങളിൽ ഡൈവേഴ്സ് ഇല്ല, കൊലപാതകമില്ല, ചിന്ത വിളിക്കാൻ പോകുന്നില്ല,
ബസ് പിക്കറ്റ് ചെയ്യുന്നില്ല, കല്ലെറിയുന്നില്ല, നീതിയും സത്യവും പാലിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കൾ. അതാണ് അവരുടെ ഗുരു, ഞങ്ങളുടെ കർത്താവ് അതേ പറഞ്ഞിരിക്കുന്നത്, ഭാവന ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം 4:8 ആമേൻ തന്നെ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. ആമേൻ, അറസ്റ്റ് വന്നു. ഉടൻ തന്നെ സൗഖ്യമാണ് കാര്യം. ശബത്തിൽ അവനെ സൗഖ്യമാക്കി എന്നുള്ളതാണ് വിഷയം. 40-ലധികം വയസ്സ് പ്രായമുള്ളവൻ വിടുതൽ പ്രാപിച്ചല്ലോ എന്നുള്ളതല്ല സന്തോഷം. അവർക്ക് ഇവന് മുടന്തനായി, ദരിദ്രനായി, ഭിക്ഷ വാങ്ങിക്കുന്നവനായി എന്നും അവിടെ കിടന്നോട്ടെ, അവന് പുരോഗതി വേണ്ട, അവന് സന്തോഷം വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഹല്ലേലൂയ. എന്നാൽ പുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരുടെ വലിയ സംഘം അവരെ നടുക്ക് നിർത്തിക്കൊണ്ട് പത്രോസിനോട് യോഹന്നാനോട് ചോദിക്കുകയാണ്, ഏത് ശക്തി കൊണ്ട്, ഏത് നാമത്തിൽ നിങ്ങൾ ഈവനെ സൗഖ്യമാക്കി പറ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഈ അനുഭവം, ഇങ്ങനെയുള്ള അനുഭവം ഇവർക്കുണ്ടാകുമെന്ന് സുവിശേഷത്തിൽ അവരുടെ ഗുരുവായ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിങ്ങൾ കളങ്കമില്ലാത്തവരുമായിരിക്കണം. നിങ്ങളെ നാടുവാഴികളുടെ മുമ്പിൽ, അധികാരസ്ഥന്മാരുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയും. നിങ്ങൾ കള്ളന്മാരാണെന്നും ദുഷ്ടന്മാരാണെന്നും ഒക്കെ നിങ്ങളെക്കുറിച്ച് പറയും. നിങ്ങളെ വിസ്തരിക്കാൻ കൊണ്ടു നിർത്തുമ്പോൾ എന്ത് പറയേണ്ടു, എങ്ങനെ പറയേണ്ടു എന്ന് നിങ്ങളിപ്പോഴേ ചിന്തിച്ച് വിചാരപ്പെടണ്ട. ആ സമയം, ആ നാഴികയിൽ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിനെ കൊണ്ട് പറയേണ്ടത് പറയിപ്പിച്ചോളും. പറയുന്ന നിങ്ങളല്ല, അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് പരിശുദ്ധാത്മാവാണ്. ഈ വാഗ്ദത്തം സുവിശേഷത്തിൽ ഗുരുവായ കർത്താവ് പറഞ്ഞെങ്കിൽ അത് ഇവിടെ നിവർത്തിക്കപ്പെടുകയാണ്. നിങ്ങൾ ക്രൂശിച്ച ഹല്ലേലൂയ നസ്രയനായ യേശുവിൻ്റെ നാമത്തിലാണ് 40-ലധികം വയസ്സ് പ്രായമുള്ള ഈ മുടന്തനായ മനുഷ്യൻ സൗഖ്യമായത്. ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ എന്തോ ചെയ്തതുപോലെ നിങ്ങൾ ഞങ്ങളെ എന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ ഈ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരും എന്നറിയാലും അവർ യേശുവിനോട് കൂടെയുള്ളവരെന്നറിയാലും അവർ ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അത്യന്ത ശക്തി. നമ്മുടെ വിഷയം എന്താണ്? ഹല്ലേലൂയ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. ഹല്ലേലൂയ, പ്രാർത്ഥിപ്പാൻ നമ്മളെ ശക്തീകരിക്കുന്ന, ഹല്ലേലൂയ, സുവിശേഷം പറയുവാൻ നമ്മെ എങ്ങനെ നമ്മൾ പറയണമെന്ന് ഹല്ലേലൂയ ആഗ്രഹിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന ശക്തി. പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ഹല്ലേലൂയ, ഈ അത്യന്ത ശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തം എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് ശക്തി തന്നെങ്കിൽ തിമോഥെയോസേ, നിനക്കും അവൻ ശക്തി തരും. എന്നിൽ വ്യാപരിക്കുന്ന അതേ ശക്തി നിന്നിലും വ്യാപരിക്കും. നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം നീ ജ്വലിപ്പിക്കുക. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഇന്ന് രാത്രികാലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ശക്തി 5:28 നമ്മൾ വായിക്കുമ്പോൾ
ഈ ശക്തി അവരിൽ വ്യാപരിച്ചതിനാൽ ആമേൻ സ്തോത്രം യെരുശലേമിൽ അവരുടെ ഉപദേശം കൊണ്ട് നിറച്ചു. ആമേൻ. അശേഷം മിണ്ടരുത്, ഇവിടെ ഉപദേശം പറയരുത് എന്ന് പറഞ്ഞവരെ തർജ്ജനം ചെയ്തൊക്കെ വിട്ടയച്ചെങ്കിലും അവര് അന്നാണ് എവരികോം ക്രൂസൈഡ് ആരംഭിച്ചത്. ഓരോ വീടും വിടാതെ, ഭവനങ്ങളൊന്നും വിടാതെ വീടുകൾ തോറും കയറി ഉപദേശം പറഞ്ഞു. തിരുനാമത്തിനു വേണ്ടി അപമാനമേറ്റപ്പോൾ 5:40, 41, 42 ഏറ്റപ്പോൾ സന്തോഷിച്ചും കൊണ്ട് പുറപ്പെട്ടു. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇത് ദുഃഖത്തിന്റെ മാർഗമല്ല, ഇത് സന്തോഷത്തിന്റെ മാർഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജയിലിൽ കിടക്കുന്ന പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് വചനമെഴുതി, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തിന്റെ മാർഗമാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതുപോലെ സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ഹല്ലേലൂയ ജനത്തിന്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്കുകളുടെ വൈഭവം കൊണ്ടോ വാക്ചാതുര്യം കൊണ്ടോ അല്ല ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന പാപിയായ മനുഷ്യന്റെ ഉള്ളിൽ, അയ്യോ ഞാനൊരു പാപിയാണല്ലോ, ഹല്ലേലൂയ, ഇങ്ങനെ പോയാൽ എൻ്റെ ജീവിത നാശമാണല്ലോ എന്നുള്ള പാപബോധം അകത്ത് നൽകുന്നത് നമ്മൾ പറഞ്ഞ വചനവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഹല്ലേലൂയ ക്രിയ ഒരു വ്യക്തിയുടെ അകത്ത് നടക്കുമ്പോഴാണ് ഹല്ലേലൂയ ഈ മാറ്റം സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കണമേ, ഹല്ലേലൂയ, അവിടെ നമ്മൾ വായിക്കുന്നു, സ്തെഫാനോസിന്റെ വാക്കുകളോടും ജ്ഞാനത്തോടും ആത്മാവിനോടും അവർക്ക് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഹല്ലേലൂയ, അവർ കണ്ട കാഴ്ചയാണ്. 7-ാം അധ്യായം 55-56. ഹല്ലേലൂയ, സ്തോത്രം. അവർ കാണുകയാണ്, ദൂതന്റെ മുഖം പോലെ കണ്ടു. സ്തോത്രം. ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ അത്യന്തമാർന്ന ശക്തിയാണ്. അവരെ ശക്തീകരിച്ച ദൈവകൃപയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് ഫിലിപ്പോസ് ഹല്ലേലൂയ ശമരിയിൽ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ തന്നെ ഹല്ലേലൂയ സ്തോത്രം ദൈവം ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഗസ്സയ്ക്ക് പറഞ്ഞു വിട്ടു, നിർജ്ജന പ്രദേശത്തേക്ക് പറഞ്ഞു വിട്ടു. ഫിലിപ്പോസ് തന്റെ മിനിസ്ട്രി അവിടെ അവസാനിപ്പിച്ചിട്ട് ഗസ്സയ്ക്ക് പോയി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വത്തെ കാണിച്ചു കൊടുക്കുന്നു. ഷണ്ണൻ യെരുശലേമിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്. ഒരു പുസ്തകത്തിന്റെ ചുരുൾ തന്റെ കയ്യിലുണ്ടായിരുന്നു, യശയ്യാപ്രവചനമായിരുന്നു. വായിക്കുന്നുണ്ട്, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതെ ദൈവമേ, ഇത് പ്രവാചകൻ ആരെ കുറിച്ചാണ് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഒന്ന് പൊരുൾ തിരിച്ചു തരാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഉള്ളുകൊണ്ട് ചിന്തിച്ചപ്പോൾ അത് കണ്ട സ്വർഗം തന്റെ ഭക്തനെ അവിടേക്ക് അയച്ചു. ചുരുക്കി പറയട്ടെ, ആമേൻ, തേരിൽ കയറിയിരുന്ന് ഹല്ലേലൂയ സുവിശേഷം പ്രസംഗിച്ചു, കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അവന്റെ ഉള്ളത്തിൽ മാറ്റം വന്നു. ഹാലിൽ വെള്ളം കണ്ടപ്പോൾ, ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്ന എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവനെ ഹല്ലേലൂയ സ്തോത്രം സ്നാനപ്പെട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അത്യന്ത ശക്തി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകും. ആമേൻ. അസ്തോതിൽ കൊണ്ട് നിർത്തും. സ്നാനപ്പെട്ട ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് അവന്റെ വഴിക്ക് പോയി. എത്യോപ്യയിലെ ഹല്ലേലൂയ സ്തോത്രം രാജ്ഞിയുടെ മന്ത്രിയായിരുന്ന ഷണ്ണൻ എത്യോപ്യ ആഫ്രിക്കൻ രാജ്യത്ത് സുശേഷത്തിന്റെ വിത്ത് പാകുന്ന ഒരു വ്യക്തിയായി പിന്നത്തെ ഇതിൽ മാറി. ഹല്ലേലൂയ സ്തോത്രം. വലിയ മാറ്റം അവിടെ സംഭവിച്ചു.
ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ 9 അധ്യായത്തിന്റെ 1 വാക്യം വായിക്കുമ്പോൾ ശൗലിന്റെ മാനസാന്തരമാണ്. ദൈവസഭയെ മുടിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ സ്തോത്രം ശൗല് ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിക്കുക എന്ന വാക്കിന് ഹല്ലേലൂയ സ്തോത്രം വിശന്നു വലഞ്ഞു വരുന്ന ഒരു സമൂഹത്തിന്റെ മൂക്കിലൂടെ വായിലൂടെ വരുന്ന ഹുങ്കാര ശബ്ദമാണ്. എവിടെ ക്രിസ്ത്യാനി, എവിടെ അവനെ പിടിക്ക് വലിച്ചഴച്ചുകൊണ്ട് പോകാനുള്ള അധികാരപത്രവുമായി ഒരു തീവ്രവാദിയായി ഇറങ്ങി പുറപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ ആമേൻ അവൻ ആരായി മാറി? ഒരു ചെറിയവന് നടത്തമുള്ള പൗലോസായി മാറി. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഹല്ലേലൂയ. അവന്റെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഉണ്ടായി. ആമേൻ സ്തോത്രം. അവൻ ദൈവമുമ്പാകെ വീണു. 3 ദിവസം അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ ഇരുന്ന് രൂപാന്തരപ്പെട്ടു. ദൈവം അവനോട് ഇടപെടാൻ തുടങ്ങി. അവൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അവനെ അനന്യാസിന്റെ ഹല്ലേലൂയ തെരുവിലെ ഹല്ലേലൂയ ഭവനത്തിലേക്ക് നയിച്ചു. അനന്യാസ് എന്ന ദൈവദാസനെ അവിടേക്ക് നിയോഗിച്ചയച്ചു. അവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിയോഗം ഉണ്ടായി. ആമേൻ സ്തോത്രം. അവൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പലുകൾ വീണ് കാഴ്ച ലഭിച്ചു. ആഹാരം കൈക്കൊണ്ടു. താമസിയാതെ സ്നാനമേറ്റു. അന്നു മുതൽ കർത്താവിന്റെ സാക്ഷിയായി. സ്തോത്രം. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ആമേൻ പരിശുദ്ധാത്മാവിന്റെ അത്യന്തമാർന്ന ശക്തിയോടെ കണ്ണുനീരോടെ ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം വലിയ ചേഞ്ചസ്, മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. 10 അധ്യായത്തിന് 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ തുപ്പട്ടിയുടെ ഒരു ദർശനം അതേ പത്രോസിന് ലഭിക്കുകയാണ്. തുപ്പട്ടിയുടെ ദർശനം. ആമേൻ സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് 4 കോടും കെട്ടി ഇറങ്ങി വരുന്ന ഹല്ലേലൂയ ഒരു തുപ്പട്ടി. ഭൂമിയിലുള്ള സകല മൃഗജാലങ്ങളതിനകത്തുണ്ട്. ഒരു വിവശത വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടയ്ക്കാപ്പിൽ ആമേ അല്പസമയം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് മാളികയിൽ കയറിയതാണ്. പെട്ടെന്നാണ് ഈ ദർശനം കാണിച്ചത്. ആമേൻ സ്തോത്രം. ഇതെന്താണ് കർത്താവേ എന്നോർത്ത് ഹല്ലേലൂയ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ദൈവ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്നെണ്ണരുത് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള കാര്യം നമുക്കറിയാം. ഇതുവരെ യഹൂദ പശ്ചാത്തലത്തിലുള്ളവരായിരുന്നു ദൈവസഭയിലേക്ക് വന്നതെങ്കിൽ, ദൈവരാജ്യത്തിലേക്ക് വന്നതെങ്കിൽ രക്ഷ യഹൂദന് മാത്രമല്ല, യവനനും ദാസനും സ്വതന്ത്രനും ആണിനും പെണ്ണിനും ഹല്ലേലൂയ വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുവിലൂടെ രക്ഷ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഹല്ലേലൂയ ഈ തുപ്പട്ടി ദർശനത്തിൽ കൂടെ ദൈവാത്മാവ് കാണിച്ചു കൊടുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, അങ്ങനെ ഒരു കൊർന്നല്യോസും കുടുംബവും ആദ്യമായി ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവത്തിലേക്ക് സഭയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. 13-ന്റെ 1-2 വായിക്കുമ്പോൾ അപ്പോസ്തലന്മാര് ഹല്ലേലൂയ സ്തോത്രം നീഗർ തുടങ്ങിയ പ്രിയപ്പെട്ടവരവിടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ. ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ്. അവരവരുടെ മേൽ കൈവച്ച് അവരെ ഹല്ലേലൂയ വേർതിരിച്ചു. പരിശുദ്ധാത്മാവ് വേർതിരിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവർ പോയി കർത്താവിന്റെ വേല ചെയ്തു. ആമേൻ സ്തോത്രം. മിനിസ്ട്രിക്കെതിരായി പല പ്രശ്നങ്ങൾ ഉണ്ടായി, എതിരുകൾ ഉണ്ടായി. എലീമാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവവേലയ്ക്കെതിരായി നിന്ന വ്യക്തിയായി മാറി. ശൗൽ ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മ പൂർണ്ണനായി. അവനെ ഉറ്റുനോക്കി. കർത്താവിന്റെ കൈ അവന്റെ മേൽ വീണു. കാഴ്ച പോയി. ഇത് കണ്ട ദേശാധിപതി വിശ്വാസത്തിൽ വന്നു. ദൈവദാസന്മാരെ, ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ അസാധാരണമായ ദൈവകൃപ, അസാധാരണമായ ദൈവപ്രവർത്തികൾ വിശ്വസിക്കുന്ന
ദൈവത്തിൻ്റെ മക്കളിലൂടെ അന്നും ഇന്നും നടക്കും. ദൈവത്തിന് സ്തോത്രം, അതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ 16-23 പൗലോസും ശീലാസും ഒരു വെളിച്ചപ്പാടത്തെ സ്ത്രീക്ക് വിടുതൽ കൊടുത്ത കാരണത്താൽ അവരെ ബന്ധിച്ച് ജയിലിലിട്ടപ്പോൾ അർദ്ധരാത്രി അവര് എന്തു ചെയ്തു? പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചപ്പോൾ അസാധാരണമായ വലിയ പ്രവൃത്തികൾ ഹല്ലേലൂയ അവിടെ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. വലിയ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു, അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പരിഭ്രമത്തോടെ ആയി. അർദ്ധരാത്രിയിൽ അവരുടെ ഉറക്കം പോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരകപ്രമാണി ചാടി എഴുന്നേറ്റു, തന്നെത്താൻ കൊല്ലുവാനായിട്ട് വാളെടുത്തു. പൗലോസ് അവരോട് പറയുകയാണ്, നിനക്ക് ഒരു ദോഷം ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ആമേൻ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പകൽ സമയത്ത് വളരെ ദ്രോഹിച്ച, മുറിവേൽപ്പിച്ച, വേദനിച്ച ഹല്ലേലൂയ വ്യക്തിയാണെന്ന് ഓർക്കണം. എൻ്റെ ദൈവമക്കളെ, ദൈവാത്മാവിൻ്റെ ഒരു ശക്തി അകത്ത് വന്നാൽ, ദൈവം ഒന്ന് ഇടപെട്ടാൽ ചേഞ്ച് വരാൻ, മാറ്റം വരാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ, ഹല്ലേലൂയ. അവനും അവൻ്റെ കുടുംബവും കർത്താവിൽ വിശ്വസിച്ചു. താമസിയാതെ സ്നാനമേറ്റു, വീട്ടിൽ കൈക്കൊണ്ടു, അവർക്ക് ഭക്ഷണം കൊടുത്തു. വീടടക്കം വിശ്വസിച്ചാൽ ആനന്ദിച്ചു. ഹല്ലേലൂയ. അവരുടെ മുറിവുകളെ കെട്ടി കഴുകി. ഹല്ലേലൂയ, എന്ത് മാറ്റമാണ്! ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു പഴയ ഗാനമുണ്ട്, യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ, യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ ഞാനുള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാനുള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും ആമേൻ അടിമകളായ യുവതലമുറ, ചെറിയവരും വലിയവരും എല്ലാവരും പല അടിമകളായി പോകുന്നു. ഓണം വരെ, ഫെസ്റ്റിവൽ വരാൻ പോകുകയാണ്. ഹല്ലേലൂയ, കോടിക്കണക്കിന് രൂപയുടെ മദ്യമായിരിക്കും ബിവറേജിൽ കൂടെയും അല്ലാതെയും അതേ പുറത്തോട്ട് പോകാൻ തുടങ്ങുന്നത്. വാരിക്കോരി ബോണസും അലവൻസും എല്ലാം കൊടുത്തിട്ട് അത് തിരിച്ച് അങ്ങോട്ട് തന്നെ പിടിക്കുകയാണ്. ഓണമായാലും അത് മരണമാണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും എല്ലാ ആഘോഷങ്ങൾക്കും മദ്യം വേണം. സ്തോത്രം. നോക്കണമേ, പോകുന്ന പോക്ക് എത്രയോ ശോചനീയമാണ്. ഹല്ലേലൂയ. മദ്യം കൊടുക്കുന്നവരുടെ മദ്യത്തിൽ നിന്നവർക്ക് ആമേൻ അവർക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സെന്ററുകളൊക്കെ ഉണ്ടാക്കുന്നു. മറുവശം എന്തോ ഒരു വിരോധാഭാസമാണ്. ഇനി എത്ര കൗൺസിലിംഗ് സെന്റർ ഉണ്ടാക്കിയാലും അഡീഷൻ സെന്റർ ഉണ്ടാക്കിയാലും അവരെ ബോധവൽക്കരിച്ചാലും പിന്നെയും അവർക്ക് അവസരം കിട്ടിയാൽ അവർ മദ്യത്തിലേക്ക് പോകും. എന്നാൽ ആമേൻ, സ്തോത്രം, എത്ര ഹീനമായ പാപത്തിന്റെ ബന്ധനത്തിലാണ് കിടക്കുന്നതെങ്കിലും ഹല്ലേലൂയ, ഒരുവൾ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകല പുതുതായി തീർന്നിരിക്കുന്നു. ദൈവമത്രേ അതിന് കാരണഭൂതൻ, ദൈവമത്രേ അതിന് കാരണഭൂതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എന്നെ ആര് വിടുവിക്കും? വാഴ്ചാലയിടൂ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എത്രയോ ആത്മഹത്യ നടക്കുന്നു, എത്രയോ ഹീനമായ സംഭവങ്ങൾ നടക്കുന്നു, കുടുംബ തകർച്ച. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 14 ജില്ലകളിലും കുടുംബ കോടതികൾ വർദ്ധിച്ചു വരുന്നു.
മനുഷ്യന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. പണത്തിൻ്റെ ആർത്തി, ആമേൻ സ്തോത്രം, ഇതുപോലുള്ള എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിപ്പാൻ ഹല്ലേലൂയ ഈ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, ഹല്ലേലൂയ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിങ്ങളായിത്തീരുമ്പോൾ, ഒരു ഭക്തൻ പറഞ്ഞതിനെയാണ്, അല്ലയോ ഈശ്വര, ഞങ്ങളെ അങ്ങയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു, ഞങ്ങള് എന്ന് അങ്ങിൽ വിലയം പ്രാപിക്കുന്നുവോ അന്ന് വരെ ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ശരിയല്ലേ? ശരിയല്ലേ? ഒരു ബൾബ് വാങ്ങിച്ച്, HMGയുടെയോ ഫിലിപ്സിന്റെ ഒരു ബൾബ് വാങ്ങിച്ച് ഒരു കണ്ണാടിപ്പെട്ടിയിൽ വെച്ചിരുന്ന്, ആമേൻ സ്തോത്രം, അത് എത്ര നാൾ അവിടെ ഇരുന്നാലും ആ ബൾബ് കൊണ്ട് പ്രയോജനമില്ല. എന്നാൽ ആ ബൾബ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ഫിറ്റ് ചെയ്യേണ്ട ഹോൾഡറിൽ ഫിറ്റ് ചെയ്ത് വൈദ്യുതി അതിലേക്കൂടെ പാസ് ചെയ്യുമ്പോഴാണ് മുറി മുഴുവൻ മനോഹരമായ വെളിച്ചം ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം സൃഷ്ടിച്ച എന്നെ നിങ്ങളെയും, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ അകത്ത് വന്ന അല്ലെങ്കിൽ അകത്ത് ഉള്ള പ്രശ്നം ഭൗതികമായി നമ്മുടെ പുറത്തുള്ള ശരീരത്തിന് ട്രീറ്റ് ചെയ്യാൻ ഒരു ഡോക്ടർ മതി. ആമേൻ. എന്നാൽ ഹല്ലേലൂയ നമുക്ക് കുറച്ച് ആഹാരം കിട്ടിയാൽ നമ്മുടെ കാര്യം നടന്നു, അല്ലെങ്കിൽ വീടും കാര്യങ്ങളൊക്കെ ലഭിച്ചാൽ അതും സംതൃപ്തിയായി. എന്നാൽ നമ്മുടെ ഇന്റേണലായ അകത്തുള്ള നമ്മുടെ ആത്മാവ്, ഹല്ലേലൂയ, അതിൻ്റെ ദാഹം, അതിൻ്റെ ശൂന്യത മാറ്റുവാൻ, നികത്തുവാൻ, ആമേൻ, ഭൂമിയിലെ ഒരു മനഃശാസ്ത്രജ്ഞനും ഒരു ഭൗതിക ശാസ്ത്രത്തിനും ഒരു തത്വ സമൂഹതയ്ക്കും ഫിലോസഫിക്കും കഴിയത്തില്ല. ദൈവമക്കളെ, വിശ്വസിക്കാനില്ലെങ്കിലും അത് യാഥാർത്ഥ്യമായ സത്യമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി, ഹല്ലേലൂയ, ഇന്നേക്ക് 2000 വർഷം മുമ്പ് ലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീൻ നാട്ടിൽ, ആമേൻ, ഹല്ലേലൂയ, രക്തം ചൊരിഞ്ഞ തരീകരങ്ങളും വിരിച്ച് മാനവരാശിക്ക് വേണ്ടി പാപം ഏറ്റെടുത്ത്, ഹല്ലേലൂയ സ്തോത്രം, മരണപ്പെട്ട യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന, എന്റെയും കൂടെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് വിശ്വസിക്കുന്ന ഏതൊരു ഹീനപാപിക്കും, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, സൗജന്യമായ രക്ഷ. ഹല്ലേലൂയ. നോമ്പ് തുറക്കണ്ട, മല കയറണ്ട, ഹല്ലേലൂയ, തീർത്ഥാടനത്തിന് പോകണ്ട, അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ട. ഹല്ലേലൂയ സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ അതേ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. എത്ര ഹീനമായ പാപിക്കും യേശുവിൽ കൂടെ രക്ഷയുണ്ട്. ഹല്ലേലൂയ. ആഫ്രിക്കയിലെ നരഭോജികളെ നരസ്നേഹികളാക്കി, ഹല്ലേലൂയ, തീർത്തത് ഈ സുവിശേഷമാണ്, ഈ ദൈവത്തിന്റെ വചനമാണ്. ആമേൻ സ്തോത്രം. ഈ സന്ദേശമാണ്. ഹല്ലേലൂയ സ്തോത്രയോ കൊള്ളക്കാരെ, കള്ളന്മാരെ നേരായ പാതയിലേക്ക് കൊണ്ടുവന്നത് ഈ സന്ദേശമാണ്. ദൈവമക്കളെ, തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലും, തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലും, കണ്ണൂർ ഹല്ലേലൂയ സെൻട്രൽ ജയിലിലും, അതുപോലെ സബ് ജയിലുകളിലും ഡിസ്ട്രിക്ട് ജയിലുകളിലൊക്കെ ഈ സന്ദേശവുമായി ഞങ്ങളെപ്പോലുള്ളവർ കടന്നുപോയി അതെ ഇത് അറിയിച്ചത് കൊണ്ട്, ആമേൻ സ്തോത്രം, തടവുകാര് കർത്താവിനെ സ്വീകരിച്ച് പൂർണ്ണമായ ഒരു ചേഞ്ചസ് അവരുടെ ഉള്ളിൽ വന്നിട്ട് തടവുകാർ തന്നെ അതേ അവിടെ പ്രയർ നടത്തുന്നവരുണ്ട്. ദൈവമക്കളെ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യന്ത ശക്തി അവരുടെ അകത്ത്, ആമേൻ, വന്നപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. കുഷ്ഠരോഗികൾ, ഹല്ലേലൂയ, ചേരിവാസികൾ, ജീവിതത്തിന്റെ തുറകളിൽപ്പെട്ടവർ, ഹല്ലേലൂയ, ഒക്കെ ഈ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, രുചിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പുസ്തകപ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. ശുദ്ധര പ്രയോഗം, മന്ത്രവാദം, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവര് 50,000 രൂപയോളം വെള്ളിക്കാശ് വിലയുള്ള ഈ പുസ്തകങ്ങളൊക്കെ, ആമേൻ, അവർ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ, അവരുടെ കണ്ണ് തുറന്നപ്പോൾ, സത്യം അറിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ അടുക്കൽ കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. ഹല്ലേലൂയ. ചേഞ്ച് മനസ്സിലായോ? നിങ്ങൾ അതൊക്കെ ചുട്ടിട്ട് വാ, എന്നാ നിങ്ങൾക്ക് രക്ഷ തരാമെന്ന് അപ്പോസ്തലൻ പറഞ്ഞില്ല. ഒരു സക്കായി, ചുങ്കക്കാരൻ, ടാക്സ് കളക്ടർ കൂടുതൽ പണം പിരിക്കേണ്ടതിനേക്കാൾ കൂടുതൽ പണം പിരിച്ച്
വലിയ മുതലാളിയായി നടന്നവൻ യേശുവിനെ കണ്ടപ്പോൾ യേശു അങ്ങോട്ട് പറഞ്ഞില്ല, യേശുവേ, ചതിവായി ഞാൻ വാങ്ങിയ ചതിയനാണ് ഞാൻ, ഹല്ലേലൂയ, 4 മടങ്ങ് മടക്കി കൊടുത്തോളാം. ഇതെങ്ങനെ സംഭവിച്ചേ? അകത്ത് ചേഞ്ച് വന്നു, വെളിച്ചം അകത്തേക്ക് കടന്നു വന്നു, ഞാൻ ഇരുട്ടിലാണെന്ന് ബോധ്യം വന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ ഭാരതത്തില് ഹല്ലേലൂയ സ്തോത്രം, ഈ വെളിച്ചത്തെ കെടുത്തിക്കളവാൻ, ഊതിക്കെടുത്തുവാൻ പിശാച് എല്ലാ തന്ത്രങ്ങളും ഒരുക്കുന്നുണ്ട്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കത്തിയ ദീപമാണത്. ഈ ദീപം, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ശിഷ്യവൃന്ദത്തോട് അറിയിച്ചു. ആമേൻ. ഈ വെളിച്ചം തല്ലിക്കെടുത്താൻ പറ്റില്ല. എത്രയോ പേര് ഇതിനെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചു, അവര് തീർന്നതല്ലാതെ ഈ വെളിച്ചം ഇന്നും, ആമേൻ, ഹല്ലേലൂയ സ്തോത്രം, ദേശമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികളുണ്ടാകും. എത്ര വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ആമേൻ, അങ്ങനെ ദൈവത്തിന്റെ വചനം ശക്തിയോടെ ബലപ്പെട്ടു. ഈ അസാധാരണ പ്രവൃത്തിയോടെ സംഭവിച്ചപ്പോൾ കൂടിയുന്ന ജനത്തിന്റെ ഇടയിൽ വലിയ, ഹല്ലേലൂയ സ്തോത്രം, വചനം ശക്തിയോടെ പ്രബലപ്പെട്ടു. പലരും കർത്താവിലേക്ക് കടന്നു വന്നു. സ്തോത്രം. ഈ ശൗലിനെ രൂപാന്തരപ്പെടുത്തിയ കർത്താവ് അവനോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എൻ്റെ നാമം വഹിപ്പാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ്. നിന്നെ ജാതികളുടെയും രാജാക്കന്മാരുടെയും അധികാരസ്ഥന്മാരുടെയും ഒക്കെ മുമ്പിൽ ഹല്ലേലൂയ നീ നിൽക്കേണ്ട സാരി കടന്നു വരുന്നവനോട് പറഞ്ഞിരുന്നു. അതുപോലെ സംഭവിച്ചു. അഗ്രിപ്പ രാജാവിനോട്, ഫെസ്തോസ് എന്ന നാടുവാഴിയോട്, ഫെലിക്സിനോട് എന്ന് വേണ്ട, എവിടെല്ലാം ദൈവം അയച്ചുവോ അവിടെല്ലാം ഈ സന്ദേശം അറിയിച്ച് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ ഭക്തനെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ ഒരു തടവുകാരനായി റോമിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ 276 പേരുള്ളൊരു കപ്പലിൽ, ഹല്ലേലൂയ സ്തോത്രം, എല്ലാം അവസാനിച്ചു എന്ന് മാലുമിയും കപ്പലിലുള്ള തടവുകാരും ജനങ്ങളും എല്ലാം കരുതിയപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അസാധാരണമായ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകുകയും, ഹല്ലേലൂയ, പൗലോസിന്റെ യേശുവിനെ അവർക്കെല്ലാം പരിചയപ്പെടുത്തുവാനും, പൗലോസിനുള്ള സുവിശേഷം അവർ കേൾക്കുവാനും, ഞാൻ വിചാരിക്കുന്നു അവരെല്ലാവരും കർത്താവിനെ സ്വീകരിച്ച് കാണാം. ആ കപ്പൽ തകർന്നു പോയി, ഉടഞ്ഞുപോയി, പക്ഷെ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ല. മെലിത്ത ദ്വീപിൽ അവർ കയറി, അവിടെയും ദൈവപ്രവൃത്തി നടന്നു. ഇതെവിടെ ചെന്നാലും ഹല്ലേലൂയ ദൈവം തന്റെ പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി ഇന്നും വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഇന്നും നടക്കട്ടെ. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, ഹല്ലേലൂയ, അതിന്റെ ആഴം, അളവ്, വലിപ്പം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കർത്താവേ, എൻ്റെ കണ്ണിനെ നീ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ദൈവകൃപയുടെ വ്യാപാരത്തിലേക്ക് നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. 1-2 പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പ്രാർത്ഥിക്കട്ടെ. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ഷാരോൺ ചർച്ചിലെ റോസമ്മ ജോർജ് സ്ട്രോക്ക് വന്ന ശേഷമുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 2, എറണാകുളത്തുള്ള സിസ്റ്റർ അനിത ശ്വാസമുട്ടൽ ടെസ്റ്റിന് പോയപ്പോൾ 2 കിഡ്നിയും ഫെയിലാണ് എന്ന് അറിയുവാനിടയായി തീർന്നു. എത്രയും വേഗം ഡയാലിസിസ് ചെയ്യാൻ ഡോക്ടേഴ്സ് പറയുന്നു. ആരോഗ്യം, സാമ്പത്തികം ഇതൊക്കെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ഭാഗം പകരാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
പ്രാർത്ഥനാധ്വനി ലൈവ് ഫേസ്ബുക്കിൽ ലൈവിലൂടെ നാളുകളായി കർത്താവ് അനേക ദൈവദാസന്മാർ ദൈവനെ ഷെയർ ചെയ്യുവാൻ അവർ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകാൽ ബെൻസൺ ഡാനിയൽ പാസ്റ്ററെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകൾക്ക് അവർക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഇത്രത്തോളം കൊടുത്ത വിടുതലിനായി നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി അപ്പാ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്തും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് യേശു കർത്താവ് ഹല്ലേലൂയ ശിഷ്യന്മാരോട് പറഞ്ഞു. കർത്താവേ, തിരുവെഴുത്ത് എന്താണ്? തിരുവെഴുത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ലഭിക്കുന്ന ദൈവശക്തി എന്താണ്? ഹല്ലേലൂയ. ദൈവശക്തിയുടെ വ്യാപാരം എന്താണ്? വിശ്വസിക്കുന്നത് അവൻ്റെ മക്കൾക്ക് വ്യാപരിക്കുന്ന ഈ അത്യന്തമായ ശക്തി എന്താണ്? അതിൻ്റെ ആഴം എത്ര വലുതാണ്? അതെന്തിനാണ് ഞങ്ങളിൽ പകർന്നിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ബോധ്യം പരിശുദ്ധാത്മാവിന്റെ രാത്രിയൊക്കെ തന്നതിനായി സ്തോത്രം. കർത്താവെ, പാപം നിറഞ്ഞ ലോകത്തിൽ, ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ, അതിക്രമങ്ങൾ ഏറി വരുന്ന ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽപ്പാൻ കൃപ തരണമേ. അപ്പോസ്തലന്മാർ വ്യാപരിച്ച, 1-ാം നൂറ്റാണ്ടിൽ വ്യാപരിച്ച ഹല്ലേലൂയ അവരിൽ കൂടെ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്ത ദൈവമേ, ഹല്ലേലൂയ, വലിയ ദൈവപ്രവൃത്തി ഞങ്ങളിലൂടെയും ഈ അവസാന നാളുകളിൽ സംഭവിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകളെ എല്ലാം ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് അനേക ആത്മാക്കളുടെ വിടുതലിന് ആശ്വാസത്തിന് അത് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. തൃക്കണ്ണമംഗലെ ശാരോൻ ചർച്ചിലെ റോസമ്മ എന്ന് പറയുന്ന സഹോദരി സ്ട്രോക്ക് വന്ന് ആമേൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന മകളോട് തമ്പുരാനെ കരുണ തോന്നണമേ, ഒരാശ്വാസത്തിൻ്റെ കരം നീട്ടണമേ. ഞങ്ങൾ ഒന്നിച്ച് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ സമാധാന കിടക്കയിൽ ദൈവം നൽകണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം മകളുടെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാർ മരുന്ന് കൊടുത്താലും ചികിത്സ ചെയ്താലും ഓപ്പറേഷൻ ചെയ്താലും സൗഖ്യം ഞങ്ങളുടെ കർത്താവിനാകയാൽ സ്തോത്രം. ആ സഹോദരിയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ എറണാകുളത്തുള്ള സിസ്റ്റർ അനിതയ്ക്ക് വേണ്ടി ശ്വാസം മുട്ടൽ അധികമായി ടെസ്റ്റ് ചെയ്തപ്പോൾ 2 കിഡ്നിയും ഫെയിലായെന്നും അത് എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചെയ്യണമെന്നും ഡോക്ടർമാർ ശുപാർശ ചെയ്തിരിക്കുന്നു. സാമ്പത്തികമായി പ്രയാസങ്ങളുണ്ട്, ആമേൻ, ശാരീരികമായ ക്ലേശങ്ങളുണ്ട്. എല്ലാം ദൈവം അറിയുന്നതിനായി സ്തോത്രം. 38 വർഷം കുളക്കരെ കിടന്ന ആ മനുഷ്യൻ അവർ കിടക്കുന്നത് യേശു കണ്ടു എന്നുള്ള വായിക്കുന്ന പോലെ ആ മകൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം ദൈവം കാണുന്നത് കൊണ്ട് സ്തോത്രം. താവേ, ഹല്ലേലൂയ, വലിയ ദൈവകൃപ മകളുടെ മേൽ പകരണമേ, ആശ്വാസം പകരണമേ, മുറിവ് കെട്ടുമാറാകണം, ഉള്ളത്തിൽ ഒരു വലിയ ആശ്വാസം പകരുമാറാകണമേ. എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നവിടുത്തെ വാരത്തുകൾ വായിക്കുന്ന പോലെ ദൈവശക്തിയാൽ മകളെ നിറച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഇടപെടട്ടെ കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്ന അനേകരുണ്ടപ്പാ. ചെറുതും വലുതുമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് കർത്താവേ. അവർക്കെല്ലാം ദൈവം വിടൽ കൊടുക്കണമേ. ഈ ലൈവ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ കഷ്ടപ്പെടുന്നെങ്കിൽ, ഭാരപ്പെടുന്നെങ്കിൽ താവേദിന്റെ വചനം അയച്ചവരെ വിടുവിക്കണമേ, ആശ്വാസം പകരണമേ, ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടണമേ, സ്വാന്തനം പകരണമേ, കണ്ണീരൊപ്പണമേ അപ്പാ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വമെടുത്തിരിക്കാനും നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ ബെൻസൺ ഡാനിയലിനോടും പ്രാർത്ഥനാധ്വനി മെമ്പേഴ്സിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓർക്കുമ്പോൾ കാസർഗോഡുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഓക്കെ, ഗോഡ് ബ്ലസ് യു.